2 പഴവും 1 മുട്ടയും മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് എണ്ണയില്ലാതെ പാനിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറുപഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുപഴമോ അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴമോ അല്ല നല്ല പഴുത്ത നേന്ത്രപ്പഴമോ ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് അവനവൻ്റെ മധുരത്തിനനുസരിച്ച്. അതിതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ മണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷനിലാണ്. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതിയാകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഒട്ടും മണമില്ലാത്ത ഏത് ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് ലോ സ്പീഡിൽ കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1/2 കപ്പ് അളവ് മൈദയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറുമാണ്. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡറിലൊക്കെയുള്ള എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പഴത്തിൻ്റെ കൂട്ടിൽ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കൂട്ട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സിങ് നിങ്ങൾക്ക് മിക്സറിൻ്റെ ജാറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അതാകുമ്പോൾ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് വേണ്ടത്. നമ്മൾ കോരി ഒഴുക്കുമ്പം ഇതുപോലെ ഒന്ന് ഒഴുകണം, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് ലൂസാകരുത്. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് പാനിലാണ്. പാനിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒരു തുള്ളി എണ്ണ മാത്രം ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കുക്ക് ചെയ്യേണ്ടത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. 7 മുതൽ 8 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു പലഹാരത്തിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു അരികുകളൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ അടിക്കുന്നതായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇത് നല്ല സൂക്ഷിച്ചൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇനി അധികം സമയമൊന്നും എടുക്കില്ല. ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിവിടെ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഒന്ന് കുത്തി നോക്കുക. നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒട്ടും എണ്ണയില്ലാതെ പാനിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന പഴം ഉപയോഗിച്ചിട്ടുള്ള കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒട്ടും ഫ്ലോപ്പ് ആവാത്ത വളരെ സിമ്പിളായിട്ടുള്ള പഴം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പഴം കറുത്ത് തുടങ്ങിയാലൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.